നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഇന്നത്തെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. Nine of Cups, Two of Swords, Page of Wands, Seven of Pentacles, Emperor, Two of Cups, Two of Wands. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് ഒരു യാത്ര കാണുന്നുണ്ട്. അതായത് ചില ആളുകൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ട്രാവൽ ആവാം, ചിലർക്ക് ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാവാം. എന്തായാലും ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്. ഒരു യാത്ര എന്തായാലും ഇതിനകത്ത് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ബിസിനസ് സംബന്ധമായ യാത്രകളാകാനും വഴിയുണ്ട്. ഏത് യാത്രയാണെങ്കിലും അത് സക്സസ് ആവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിന്ന് ചില ആളുകൾ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പലരും അവരുടെ ഒരു പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനെ ഫോളോ ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊരു യാത്രകൾ നടത്താനും അല്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. പേജ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. 2 വാൺസിൻ്റെ എനർജിയാണ്. ഇങ്ങനെ നിങ്ങൾ വളരെ ഉത്സാഹവും കുറേ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് പലരുമായി വളരെ ആവേശഭരിതമായി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ ഒക്കെ ഒരു താല്പര്യം കാണിക്കും, അതിലേർപ്പെടുകയും ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾ ആർജിച്ചെടുത്ത എക്സ്പീരിയൻസ് വെച്ച് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിലുണ്ടായ കുറേ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്ലാനിങ് ഇന്ന് വളരെ ഉത്സാഹത്തോടെ ഈ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇന്നത്തെ എനർജി ഭയങ്കര പോസിറ്റീവായിട്ട് വരുന്നു. ടു ഓഫ് കപ്സ് ഉണ്ട്. ടൂവിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ടു കപ്സ് ആണ്. അതായത് ടൂവിൻ്റെ എനർജി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ടു ഓഫ് കപ്സ്, ടു ഓഫ് വാൺസ്, ടു ഓഫ് സോഡ്സ്, അങ്ങനെ ടൂവിൻ്റെ എനർജി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പ്ലാൻ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ആരെങ്കിലുമായിട്ട് ചേർന്ന് നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതും അവരോട് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും അതിൽ നിന്ന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അവരുടെ ഒരു അഭിപ്രായം തേടുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ടു ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങളിന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അതായത് നമ്മുടെ മുന്നിൽ കുറേ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ അലട്ടുന്നില്ല. നമ്മൾ കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം, അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അടുത്തത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു മണി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്കാരുണ്ട്. അതായത് ലോങ് ടേം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു റിട്ടേൺസ് കിട്ടുന്ന ഒരു എനർജിയാണ്. ചില ആളുകൾക്ക് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തെങ്കിലും ജോബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പേ ഔട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ഇന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച്
ഫണ്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് എങ്ങനെ എന്താ പറയുക യൂസ്ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ യൂസ്ഫുള്ളായിട്ട് എങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ആത്മീയമായ ഒരു സന്തോഷം തോന്നുന്ന ആളുകളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു യാത്ര കണ്ടിരുന്നല്ലോ, അപ്പോൾ അത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഇതായിരിക്കും. ചില ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ ഒക്കെ സന്ദർശിക്കുന്ന ഒരു എനർജി ഉണ്ട്. അങ്ങനെ അതായത് ചിലപ്പോൾ ചില ആളുകൾ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ നിറവേറ്റുന്ന, അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയും അതിൻ്റെ ഒരു സന്തോഷത്തിലും ഇരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വന്നിരിക്കുന്ന എംപററാണ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു അധികാര സ്ഥാനം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് കാര്യങ്ങൾ ചെയ്താലും വിജയിക്കും. അതായത് ഒരു നമുക്ക് കുറച്ച് എന്താ പറഞ്ഞാൽ ഡൊമിനൻസ് കൂടുതലായിരിക്കും. എന്താ കാര്യം ചെയ്യണതിനും ഒരു പവർ കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. ആ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ആരോഗ്യപരമായി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എന്ത് കാര്യങ്ങൾ ചെയ്താലും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നെല്ലാവർക്കും നല്ലൊരു എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എനർജിയിൽ തന്നെ എല്ലാവരും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.